UCL അങ്ങനെ ബാർസയ്ക്ക് തോൽവി. ഫസ്റ്റ് ലെഗ് അത്ലറ്റിക്കോയ്ക്കെതിരെ 2-0 കിട്ടിയിരിക്കുന്നത്. ഇതൊരു ഒട്ടും പ്രതീക്ഷിക്കാത്ത കളിയായിപ്പോയി. കാരണം ക്യാമ്പിനോ 2006 ലാസ്റ്റായിട്ട് അത്ലറ്റിക്കോ ജയിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ജയിക്കുന്നത്. ഏതായാലും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കളിയായിപ്പോൾ. അൽവാരസിൻ്റെ കളി പെർഫോമൻസ്, ആ ഫ്രീ കിക്ക് പ്രൂവ് ചെയ്തിട്ടുള്ളതാണ്. ആ പ്ലെയർ ഫ്രീ കിക്ക് എടുക്കാവുന്ന അൽവാരസിൻ്റെ ആ ഒരു കഴിവ് എന്തായാലും നമ്മൾ കുറേ ഫ്രീ കിക്സൊക്കെ കണ്ടിട്ടുള്ളതാണ്. സൊർലോത്ത് ഗോൾ അടിച്ചു. അത് ഒരു സൂപ്പർ സബ് പ്ലേയിങ് സ്റ്റൈലിൽ കളിക്കുന്നൊരു പ്ലെയറാണ്. ഇടയ്ക്ക് സബ് വന്നിട്ട് ഗോൾ അടിക്കുന്നൊരു പ്ലെയറാണ്. ഏതായാലും 2 ഗോളിൻ്റെ ലീഡുണ്ട് ഫസ്റ്റ് ലെഗ് അത്ലറ്റിക്കോ. ഇനി ബാർസയുടെ കാര്യം പറയുകയാണെങ്കിൽ റാഷ്ഫോർഡ് കുറേ ശ്രമം നടത്തി, കുറേ ഷോട്ട്സൊക്കെ വെച്ചു. പിന്നെ എടുത്തു പറയുകയാണെങ്കിൽ യമാൽ, എൻ്റെ അളിയ എന്നെ പെർഫോമൻസ്. ഡ്രിബിളിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ, ചുമ്മാ ഡ്രിബിൾ ചെയ്ത് എന്ത് സിമ്പിളായിട്ട് അത്ലറ്റിക്കോ പ്ലേയേഴ്സിനെ ഡ്രിബിൾ ചെയ്യും. പക്ഷേ ഒരു ഫിനിഷിങ്ങിലോട്ട് വന്നപ്പോൾ മാത്രമേ പണി പറ്റിയ ഒരു ലാസ്റ്റ് നടത്തിയ ഒരു ഡ്രിബിളിംഗ് ഉണ്ട് യമാലിൻ്റെ. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്ത കളിയായിപ്പോൾ. എന്നാലും കളി എന്തായാലും 2-0 തോറ്റെങ്കിലും നല്ല പെർഫോമൻസ് ആയിരുന്നു യമാലിൻ്റെ ഭാഗത്തുനിന്ന്. പിന്നെ ബാർസയ്ക്ക് കിട്ടിയ റെഡ് കാർഡും പണിയായിപ്പോയി അവസാനം, ഫസ്റ്റ് ഹാഫിൻ്റെ അവസാന സമയം. പിന്നെ എനിക്ക് തോന്നിയ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഒരു നല്ലൊരു സ്ട്രൈക്കറിനെ എന്തായാലും ബാർസ ഉടനെ കൊണ്ടുവരണം. ലെവാൻഡോസ്കിയും പോരാന്ന് പറഞ്ഞാൽ ഏജായി. പിന്നെ ഫെറാൻ ടോറസ് അത്രയ്ക്ക് പോരാ. നല്ലൊരു പ്രോപ്പർ സ്ട്രൈക്കറിനെ കൊണ്ടുവരുവാണെങ്കിൽ സെറ്റായിരിക്കും. നെക്സ്റ്റ് PSG വേഴ്സസ് ലിവർപൂൾ മാച്ചായിരുന്നു. ഡുവോയും കവർസ്കേലിയും ഗോൾ അടിച്ചു. ഡുവോയുടെ ഒരു ബ്ലിറ്റ്സ്കേഡ് ഗോളും, 2 ഗോൾ നൈസായിരുന്നു. പിന്നെ കവർസ്കേലിയുടെ നൈസായിരുന്നു. 2 ഗോൾ അടിച്ചു ഫസ്റ്റ് ലെഗിൽ. അങ്ങനെ ആൻഫീൽഡിൽ ആയിരുന്നു കളി. അപ്പം പറയാനാണെങ്കിൽ PSG 2 കൂടുതൽ ഒരു 4-5 ഗോൾ അടിക്കാനുള്ള അവസരം ഉണ്ടായത്. അത് മുതലെടുക്കാൻ പറ്റിയില്ലെന്ന് വേണം പറയാൻ. എന്തായാലും നല്ല കളിയായിരുന്നു. ലിവർപൂൾ പോരാ, അങ്ങോട്ട് ശരിയാകുന്നില്ല. വേറെ കളിയൊന്നും അതുകൊണ്ട് നടത്തിയ ചാൻസൊന്നും അങ്ങോട്ട് സെറ്റായില്ല. പക്ഷേ PSG കുറേ ചാൻസൊക്കെ നടത്തി 2 ഗോൾ അടിച്ചിട്ടുണ്ട്. അടുത്ത ലെഗിൽ നമുക്ക് കാണാൻ ബാക്കി.